മെസ്സിയല്ല, റൊണാൾഡോയല്ല, കേരളത്തിലെ ഒരു സാധാരണ ഫുട്ബോൾ കളിക്കാരൻ, സന്തോഷ് ട്രോഫി വരെ എത്തപ്പെട്ട ഒരു കളിക്കാരനെ കുറിച്ചാണ് ഇന്ന് രാവിലെ 24 ന്യൂസിനകത്ത് പരാമർശിക്കുകയുണ്ടായത്. ആ ന്യൂസ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. കാൽപന്ത് കളിയുടെ ആവേശം ജീവിതത്തിൽ നിറച്ചയാളാണ്. കേരളത്തിനായി ബൂട്ടണിഞ്ഞതാണ്. ഗോളാരവങ്ങൾക്കിടയിൽ ഒരു കാലത്ത് ആഘോഷിക്കപ്പെട്ട ഫുട്ബോളർ വിനോദ്. എൻ്റെ പേര് വിനോദ് കുമാർ. ഞാൻ 2010 കൊല്ലം ജില്ല 30 വർഷങ്ങൾക്ക് ശേഷം ഫൈനലിൽ വരുമ്പോൾ ആ ടീമിനെ നയിച്ചത് ഞാനാണ്. 2011 നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയ ട്രോഫി തിരിച്ച് കോട്ടയത്ത് വെച്ച് നടന്ന സീനിയർ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചുകൊണ്ട് ടോപ്പ് സ്കോററായി ആ കിരീടം തിരിച്ചു പിടിക്കുകയും ആ വർഷം ആസാമിൽ നടന്ന സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ബൂട്ടണിയുകയും ചെയ്തിട്ടുണ്ട്. കാറ്റിടിച്ചാൽ തകർന്നു വീഴാവുന്ന തകര വീട്. ഒപ്പം കളിച്ചവരൊക്കെ നല്ല നിലയിൽ തുടരുമ്പോൾ പത്തനാപുരത്തുകാരുടെ അഭിമാന കാലം ജീവിത പ്രതിസന്ധികൾക്കിടയിൽ പ്രയാസപ്പെടുകയാണ്. കേരളത്തിൽ നടന്ന സന്തോഷ് ട്രോഫി ക്യാമ്പിൽ വെച്ചാണ് എനിക്ക് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. എനിക്ക് ഇഞ്ചുറി വന്നത് അങ്ങനൊരു 4 വർഷം ഞാൻ ഇതുമായിട്ട് മല്ലടിച്ച് വീട്ടിൽ മാത്രം ഞാനും എൻ്റെ വൈഫും കുഞ്ഞും മാത്രം ഉണ്ടായിരുന്നു. പുറത്തൊന്നും ഒരു സഹായമോ ഒന്നും ഉണ്ടായില്ല. എനിക്കിപ്പോൾ ആകെ ഒരു ജോലിയുടെ ഒരു ഇതാണ് എൻ്റെ ഒരു ഇതായിട്ട് കുറവായിട്ടുള്ളത്. ഇത്രയും കളിച്ചിട്ട് ഒരു സന്തോഷ് ട്രോഫിയും കളിച്ചിട്ട് ഇതുവരെയായിട്ടും എല്ലാ മേഖലയിലും ഓരോ ആൾക്കാർക്ക് ജോലികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. പ്രിയപ്പെട്ട വിനോദം ജീവിതത്തെ പാതിവഴിയിലാക്കിയെങ്കിലും അത് കൈവിടാൻ വിനോദ് തയ്യാറല്ല. ആ പന്ത് മകൾക്ക് കൈമാറുകയാണ്. മൈതാനങ്ങളിലെ കാൽപന്താരവം വീണ്ടും അവളിലൂടെ കേൾക്കാൻ. ലോകം സ്വന്തം പ്ലേയേഴ്സിനെ കൂടി ഓർമ്മിക്കണം. കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ അവരുടെ ജീവിതം കളിക്കളത്തിന് പുറത്ത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണം. പ്രതിസന്ധികളിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്തണം. കോടികൾ വിലയുള്ള കളിക്കാരുടെ ഫാൻസ് അസോസിയേഷനുകൾ കേരളത്തിലുണ്ട്. ഇതുപോലുള്ള അതായത് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവരെ ആരും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല. മുൻ സർക്കാരുകൾ ശ്രദ്ധിക്കാതെ പോയതാണോ അതോ അവരത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചതാണോ ഒന്നും അറിയത്തില്ല. ഇപ്പോഴത്തെ തലമുറ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങകലെ ഏതോ രാജ്യത്തൊക്കെ നടക്കുന്ന വൻകിട കളിക്കാരുടെ ഫ്ലെക്സുകൾ തോരണങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ അവരുടെ പതാകകളിൽ വരെ അടിച്ചുകൂട്ടി ഇവിടെ ഓരോ വഴിയരിയിലും വിൽക്കുന്നുണ്ട്. അത്രയൊന്നും പൈസ വേണ്ട. നമ്മൾ അതുപോലെ ഫാൻസ് അസോസിയേഷനുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഒരു നിശ്ചിത തുക ഇട്ട് കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും ഇദ്ദേഹത്തെ പോലുള്ളവരെ ചേർത്ത് പിടിക്കാൻ ശരിക്കും സാധിക്കുന്നതാണ്. എല്ലാവരും കൂടി ഒന്ന് പരിശ്രമിച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ തന്നെ പറ്റും.